പെരിങ്ങളം ന്യൂസിലേക്ക് സ്വാഗതം. പുരോഗമന കലാ സാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് ജാനകി അനുസ്മരണവും ഗാനാഞ്ജലിയും സംഘടിപ്പിച്ചു. പാനൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി സംഗീത സംവിധായകൻ AM ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയമായ രീതിയിൽ സംഗീതം പഠിച്ചിട്ടില്ലാത്ത ഒരു ഗായികയായിരുന്നു എസ് ജാനകി എന്നുള്ളത്. അങ്ങനെ നമ്മുടെ സിനിമ സംഗീതം അല്ലെങ്കിൽ സിനിമ ഗാന ആലാപന മേഖലയിലുള്ള ഒരുപാട് പേരും ഇതേപോലെ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കാത്തവർ തന്നെയായിരുന്നു. എസ് ജാനകി അമ്മയെ കൂടാതെ SP ബാലസുബ്രഹ്മണ്യൻ, മുഹമ്മദ് റാഫി സാബ്, നമ്മുടെ P ജയചന്ദ്രൻ തുടങ്ങിയ മലയാള ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തെ അടക്കി വന്നിരുന്ന ഒരുപാട് ഗായകരും ശാസ്ത്രീയമായി സംഗീതം പഠിക്കാത്തവരാണ്. പക്ഷേ അമൃതം ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അമൃത കിരണമായി അന്ധകാരത്തിൽ അവതരിക്കൂ. സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിനുറവേ കാത്തിന്നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുരോഗമന കലാ സാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന എസ് ജാനകി അനുസ്മരണം ഗാനാഞ്ജലി ചലച്ചിത്ര സംഗീത സംവിധായകൻ AM ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജയപ്രകാശ് പാനൂർ അധ്യക്ഷനായി. ഡോക്ടർ TK അനിൽകുമാർ, ഡോക്ടർ KK രാജാറാം, TTK ശശി, പവിത്രൻ മുഖേരി, NR സിന്ധു എന്നിവർ സംസാരിച്ചു. MC ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. ചിത്രകാരൻ പവി കോയോട് തത്സമയം വരച്ച എസ് ജാനകിയുടെ ഛായാചിത്രം വേദിയിൽ പ്രദർശിപ്പിച്ചു. ജാനകിയെ സ്മരിച്ചുകൊണ്ട് നിരവധി ഗായകർ ഗാനാലാപനം നടത്തി. പെരിങ്ങളം ന്യൂസ്, പാനൂർ. എസ് ജാനകിയുടെ വിയോഗത്തിന് ശേഷം അവരെ അനുസ്മരിക്കുന്ന ചടങ്ങാണിത്. പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നമ്മെ വിട്ടുപിരിക്കുന്നത് അവർ പാടിയ ഒരു ഗാനവും ആ ഗാനത്തിലൂടെ തന്നെ അവർ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ്. ഗാനരചയിതാവും സംഗീത സംവിധായകനും പ്രതീക്ഷിക്കാത്തതിനപ്പുറം ഓരോ വാക്കുകൾക്കും അവരുടേതായ ഭാവം പകർന്ന് ഓരോ ഗാനത്തെയും അവർ നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കുകയായിരുന്നു.